ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് സുപരിചിതമായ വേദവായനാ ഭാഗമാണ് വായിച്ചത്. വളരെ സുപരിചിതമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും അത് തെറ്റായി കോട്ട് ചെയ്യാറുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തേത് മാതാവിൻ്റെ ഓർമ്മയോടനുബന്ധിച്ചുള്ള നോമ്പകാലമായതുകൊണ്ടും ഇന്നും നാളെയും പെരുന്നാളാകൊണ്ടും മധ്യസ്ഥതയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മധ്യസ്ഥത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. മധ്യസ്ഥത എന്ന് പറയുന്നത് കുർബാനയുടെ അവസാനം റൂഷ്മ ചെയ്യുമ്പോൾ അച്ഛനായാലും മെത്രാനായാലും പരിശുദ്ധ ബാവയായാലും പറയും, നിങ്ങളെല്ലാവരും സമാധാനത്താലെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ. അതൊരു മധ്യസ്ഥതയാണ്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു എന്നത് വേറൊരു കാര്യം. പ്രാർത്ഥിക്കുകയാണോ കുശുമ്പും കുന്നായ്മയും പറയുകയാണോ ചെയ്യുന്നതെന്നുള്ളത് വേറെ കാര്യം. പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതാണ് മധ്യസ്ഥത. ജീവനോട് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെയും നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ചെന്ന് കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തതാണ്. അതിൻ്റെ തുടക്കമിടുന്നത് മാതാവാണ്. മാതാവ് ചെന്ന് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അത് പറഞ്ഞ് കർത്താവിൻ മാതാവും തമ്മിൽ സംഭാഷണം ഇവിടെ രേഖപ്പെടുത്തി ചുരുക്കമാണെങ്കിൽ വേറെയും കാണുമായിരിക്കും. പക്ഷേ പോകുന്ന വഴിയിൽ അമ്മ വേലക്കാരോടൊരു കാര്യം പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്തേക്കണം. അത്രേ പറഞ്ഞുള്ളൂ. അവർ കർത്താവ് പറഞ്ഞ് ചെയ്തു. വെള്ളം കോരി നിറച്ചു, അത് വീഞ്ഞായിത്തു. വേലക്കാരത് ചെയ്തില്ലായിരുന്നെങ്കിൽ വീഞ്ഞുണ്ടാകുമോ? അപ്പം നമ്മൾ ഈ മധ്യസ്ഥതയൊക്കെ മാതാവിനോട് പറയുമ്പോഴും വിശുദ്ധന്മാരോട് പറയും, കർത്താവ് പറയുന്നത് പോലെ ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ മധ്യസ്ഥതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരേണ്ട കാര്യമാണ്. നമ്മുടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങളാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 12 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. നിങ്ങൾ ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു. ഒരു അവയവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളതിനെ അത് സഹായം ചെയ്യുന്നു. ഇല്ലേ? എൻ്റെ കൈക്ക് ഇവിടെ എന്തെങ്കിലും അല്ലാതെ വേദന വന്നാൽ ഈ കൈ ചെന്നിങ്ങനെ ആശ്വസിപ്പിക്കും. അതല്ലേ ചെയ്യുന്നത്? അത് പറഞ്ഞതുപോലെയാണ് ഇവിടെ അമ്മ ചെയ്തതും. അമ്മ അവർ പറയാതെ തന്നെ ചെന്ന് ആശ്വസിപ്പിക്കുന്നു അവരെ. അവർക്ക് വേണ്ടി ദുഃഖഭവനമായി തീരേണ്ടതായ ഭവനത്തെ അനുഗ്രഹീത സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തിമദ്ഭാവത്തിൽ എത്തിക്കുന്നു എന്നത് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് മധ്യസ്ഥതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതായ ഒരു വലിയ സംഗതി എന്ന് പറയുന്നത്, സീനായ് മലയിൽ വെച്ച് മോശ ഒരു മധ്യസ്ഥത നടത്തുന്നുണ്ട്. മോശ ദൈവവുമായി അഭിമുഖത്തിനായിട്ട് കയറിപ്പോകുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ ചുമതലക്കാരനെ ഏൽപ്പിച്ച അഹറോന് ഒരു ജനങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം തോന്നി. അവർക്കൊരു ദൈവത്തെ ഉണ്ടായിക്കൊടുത്തു. അവർക്കുണ്ടായി കൊടുത്തു കഴിഞ്ഞിട്ട് മോശ തിരിഞ്ഞ് മടങ്ങുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. താഴെ എന്താ കേൾക്കുന്നത്? യുദ്ധാരവുമല്ലല്ലോ, ജയാഘോഷമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ കർത്താവിന് കാര്യം പിടികിട്ടാത്തത് കൊണ്ടല്ല, മോശയോട് ദൈവം പറയുന്നുണ്ട് ഇവരെ ഞാൻ നശിപ്പിച്ച് കളയണമെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കുന്ന മോശയുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവേ, അയ്യോ അരുതേ. ഇവിടെ നാം ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മളെ നയിക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങളും ചിലപ്പോഴൊക്കെ അച്ഛന്മാരൊക്കെ നിങ്ങൾക്ക് സുഖിക്കുന്ന രീതിയിൽ ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ചു തരികയും നിങ്ങൾക്ക് സുഖിക്കുന്ന രീതിയിൽ സഭയുടെ നിയമങ്ങൾ വളച്ചു കൂട്ടി തരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിരിക്കും. അത് സുഖമല്ല കേട്ടോ. മോശയെ ഒത്തിരി മുശ്രനായിട്ട് അവിടെ കരുതിയിരുന്നത്.
മോശ വളരെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. അഹറോൻ എല്ലാം സോപ്പിട്ട് എന്ത് സുഖമായിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെയായിരുന്നു കർത്താവിൻ്റെ തീവരൽ കൊണ്ട് എഴുതിയ പലക എറിഞ്ഞു മുടക്കേണ്ടി ഗതികേട് വന്നതും കാളക്കുട്ടിയെ തല്ലിപ്പൊട്ടിച്ച് വെള്ളം കുടിക്കേണ്ടി വന്നതും. നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളായതെല്ലാം. മൂന്നാമത് വേറൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ പ്രിയ സ്നേഹിതനായിരുന്നു എന്നാണ് പറയുന്നത് അബ്രഹാം പിതാവ്. കർത്താവ് തന്നെ പറയുന്നു, കൂട്ടുകാരനോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുമോ എന്നും പറഞ്ഞാണ് വർത്താനം പറഞ്ഞു പോകുന്നത്. സൊദോം ഗൊമോറയെക്കുറിച്ച് പറയുകയാണ്, ഇതിനെ ഞാൻ നശിപ്പിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ ജനങ്ങൾ സ്വഭോഗികളാണ്, സ്വർഗഭോഗികളാണ്, അവരുടെ സമൂഹത്തിൽ കൊള്ളാത്തവരാണ്, ഞാൻ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവസാനം വരെ കെഞ്ചി പറഞ്ഞു അവരെ നശിപ്പിക്കരുതേ എന്ന്. വിരളിൽ എണ്ണാനുള്ള ആൾക്കാരെ പോലെയും അവിടെ കിട്ടിയില്ല. അത് അഗ്നി വർഷിക്കുന്നത് ഞാനും നിങ്ങളും വായിച്ചിട്ടു. നമ്മുടെ വിശുദ്ധന്മാർക്ക്, നമ്മുടെ മാതാവിന്, നമ്മുടെ പരിമല തിരുമേനിക്ക്, മറ്റു സഹോദരന്മാർക്ക്, മാർത്തോമാ ശ്ലീഹായ്ക്ക് നമുക്ക് വേണ്ടി പക്ഷപാതം പറയുവാനുള്ള അവസരം പോലും ഞാനും നിങ്ങളും നിഷേധിക്കരുത്. അതും ഒരു മധ്യസ്ഥതയായിരുന്നു എന്നത് ഞാൻ നിങ്ങളും അറിയണം. നമ്മുടെ പ്രവൃത്തി ദോഷം മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥതകൾ പോലും കേൾക്കുവാൻ ഇടയാകാതെ പോകരുത്. അതുപോലെ നാലാമതായിട്ടൊരു കാര്യമാണ്, കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, സോദോമിൽ നിന്ന് ലോത്ത് പുറപ്പെട്ട നാളിൽ അവിടെ അഗ്നി വർഷിക്കപ്പെട്ടു. നമ്മുടെ ഇടയിൽ നല്ല മനുഷ്യരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ പലപ്പോഴും കുത്തി നോവിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ കുത്തി നോവിക്കാൻ നമുക്ക് എന്തിഷ്ടമാണെന്നറിയാമോ? നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും, കിണറ്റി കിടക്കുന്ന തവളയെ കല്ലെടുത്തെറിയുന്ന രസിക്കുന്ന കൊച്ചിനെക്കുറിച്ച്. അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കുടുംബങ്ങളിൽ കാണും, സമൂഹത്തിൽ കാണും, ഇടവകയിൽ കാണും, സഭയിൽ കാണും. മറ്റുള്ളവരെ നോവിച്ച് പുളയുന്ന കാഴ്ച കാണാനുള്ള സന്തോഷം. അങ്ങനെയായിരുന്നു ലോത്തിനോട്. ആ ലോത്ത് പുറപ്പെട്ട നാളിൽ അവിടെ അഗ്നി വർഷിച്ചു എന്നത് ഓർമ്മയാണ്. സാന്നിധ്യം ഒരു അനുഗ്രഹമാണ്. ഇവിടെയും വേദവസ്തു വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു കേട്ട് കാണും, അവിടെ പറയുന്ന ആദ്യത്തെ വാക്യത്തിൽ തന്നെയുണ്ട്, യേശുവിൻ്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു, യേശുവും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അതൊരു സാന്നിധ്യമാണ്. അമ്മ അവർ വിളിച്ചതുകൊണ്ടാണ് അത് പറ്റിയത്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സഹവർത്തിത്വം ആരോടാണെന്ന് നാം ഒക്കെയും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും നമ്മൾ മധ്യസ്ഥതയെക്കുറിച്ച് ഓർക്കുന്നില്ലേ? 4 പേരൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ഞാനും നിങ്ങളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ മോശമായി പോയെങ്കിൽ അവനെ ഉൾക്കൊള്ളുവാൻ, അവനെ ചേർത്തുകൊള്ളുവാൻ, അല്ലെങ്കിൽ അവളെ ചേർത്തുകൊള്ളുവാൻ നമ്മൾ മടി കാണിക്കരുത്. അവരെ ചേർത്തുകൊള്ളുവാൻ കഴിയണം. ഈ 4 പക്ഷപാതക്കാരിൽ ഈ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന 4 പേരും ഒരാളാവണം. ഞാനും നിങ്ങളും അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ഈ കുർബാന സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറില്ല. ആരെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയാൽ അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് പകരം ചീറ്റിയാൽ പോകുന്ന മൂക്കങ്ങ് ചീറ്റിപ്പോക്കോട്ടെ എന്ന് പറയുന്ന ചില അഭിപ്രായപ്പെട്ടങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കുടുംബത്തിലുണ്ട്, അത് സമൂഹത്തിലുണ്ട്, ഇടവകയിലുണ്ട്, സഭയിലുമുണ്ട്, ഭദ്രാസനങ്ങളിലുമുണ്ട്. ചീറ്റിയാൽ പോകുന്ന മൂക്ക് ചീറ്റിക്കളയാനുള്ളതല്ല. ചേർത്ത് കൊള്ളേണ്ടതിനെ എല്ലാത്തിനെയും ചേർത്ത് കൊള്ളുവാൻ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചേർത്ത് കൊള്ളേണ്ടതിനെ ചേർത്ത് കൊള്ളുവാനും നമ്മുടെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് അവരെ ദൈവത്തിന് അഭിമുഖമാക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാം. എലീശാ പ്രവാചകൻ്റെയാണ്. എലീശാ പ്രവാചകൻ തുടങ്ങിയതും അവസാനിക്കുന്നതും തിരുശേഷിപ്പിൻ്റെ മഹാത്മ്യം ഘോഷിച്ചുകൊണ്ടാണ്. രാജാക്കന്മാർ പുസ്തകം 13-ാം അധ്യായം 21-22 വാക്യങ്ങൾ കാണുന്നത് അറിയാമോ? അവിടെ എലീശായുടെ അസ്ഥികളിൽ മേൽ മരിച്ച ഒരാളുടെ ശവശരീരം മുട്ടിയപ്പോൾ ആൾ ജീവിച്ചെഴുന്നേറ്റു. അത് അവസാനം. തുടക്കമേതാണെന്നറിയാമോ? തൻ്റെ ഗുരുവായ ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറയുന്നു, ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന്. നമ്മളൊക്കെ ചെയ്യുന്ന തിരുശേഷിപ്പും മധ്യസ്ഥതയും ഒക്കെ ഇങ്ങനെയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും അറിയാത്ത അനേകർ പലയിടത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം നാം ഓർക്കണം. അത് മറന്നു പോകരുത്. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുന്ന നിസ്വാർത്ഥരായ, വലിയ ഷോയൊന്നും കാണിക്കാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനങ്ങൾ നടത്താത്ത ഒത്തിരി പേരുണ്ട്. അവരെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ പോളികോർപ്പോസ് മെത്രാച്ചന് വേണ്ടി ഈ ലോകത്തിൻ്റെ അനാഭാവങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കുകയും എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് കഴിയുകയും ചെയ്തത്. ഞാൻ ഒരു ചെറിയൊരു സ്വപ്നം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെന്നെ സ്വപ്നക്കാരെന്ന് വിളിക്കരുത്. ഒരു 10-15 വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ അവിടെ ഈ കുറ്റി പോലെ അടിച്ചിങ്ങനെ മേലോട്ട് കയറിപ്പോകുന്നൊരു സാധനമുണ്ട്. എൻ്റെ പ്രായം കൂടെ ആയിട്ടായിരിക്കും, എനിക്ക് കയറാൻ പറ്റിയില്ല. 1-2 സ്റ്റെപ്പ് വെച്ചപ്പോഴേ താഴെ പോകും. അത് മുകളിൽ ചവിട്ടുന്നതൊക്കെ ചെറിയ ചെറിയ കുറ്റി ഇങ്ങനെ വെച്ചേക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണ് ഈ സ്വപ്നം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അത് ബോധ്യമായി അങ്ങനെയല്ല എന്ന്. ഞാൻ ഓരോ കുറ്റിയെ ചവിട്ടുമ്പോഴും ആ കുറ്റി, ഞാൻ മുകളിലത്തെ കുറ്റിയെ പിടിക്കുമ്പം താഴത്തെ ഇളകിപ്പോവും, പിന്നെ പൊക്കി വെക്കുമ്പോൾ മുകളിലത്തതും ഇളകിപ്പോവും. പക്ഷേ ഞാൻ ഓരോ സ്റ്റെപ്പ് അങ്ങനെ പോയെങ്കിലും, പിടിച്ചതും ഒക്കെ പൊട്ടിപ്പോയെങ്കിലും, ചവിട്ടിയതൊക്കെ ഞാനല്ല എന്ന് മാറിപ്പറഞ്ഞു പോയെങ്കിലും ഞാൻ മുകളിലെത്തി. അതെന്തുകൊണ്ടാണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മധ്യസ്ഥന്മാരുടെ, എൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളുടെ, നല്ല മനുഷ്യരുടെ, കടന്നുപോയ പിതാക്കന്മാരുടെ ഈ പരിമളത്തിനു വേണ്ടിയൊക്കെ മധ്യസ്ഥത കൊണ്ടാണ് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും താങ്ങുന്നത്. ഞാനും നിങ്ങളും ഓരോ നിമിഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മെ താങ്ങുന്നവനായ ദൈവം നമ്മോട് കൂടിയുണ്ട്. അവനല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നിങ്ങളെ ഓരോരുത്തരെയും ദൂരെയും ചാരിയിരുന്ന് കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ച് നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.